ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ സംഭാവന. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യം മുതൽ കേരള ചരിത്രം ഒരു 2 ആഴ്ച കൊണ്ട് തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അതിൽ യൂറോപ്യന്മാരുടെ സംഭാവന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എല്ലാ ക്വസ്റ്റ്യൻ എടുത്താലും ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടാൻ പോകുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഭാഗം 1ആണിത്. അതായത് ഞാൻ 2 ഭാഗമായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ ഇവർ 3 പേരെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ബ്രിട്ടീഷുകാരെ കുറിച്ച് നെക്സ്റ്റ് സെക്ഷനിലായിരിക്കും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അതിനു മുമ്പ് ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരു ചെറിയൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഇന്ത്യയിലേക്ക് ആദ്യം വന്നിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. ഇന്ത്യയിലേക്ക് ആദ്യം വന്നിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ്. അവർക്ക് ശേഷം ഡച്ചുകാർ വന്നു, അതിനുശേഷം ഇംഗ്ലീഷുകാർ വന്നു, അതിനുശേഷം ലാസ്റ്റ് വന്നതാണ് ഫ്രഞ്ചുകാർ. ഈ ഓർഡറിൽ നിങ്ങൾ പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ പഠിക്കാം? ഒരു ചെറിയൊരു കോഡ് പറയാം. PDF. അപ്പോൾ പോർച്ചുഗീസുകാർ ആദ്യം വന്നു, നെക്സ്റ്റ് D ആണ് ഡച്ചുകാർ വന്നു, പിന്നീട് PDF ഫ്രഞ്ച് ലാസ്റ്റാണ് വന്നത് എന്ന് ആലോചിക്കണം കേട്ടോ, മറക്കരുത്. ഫ്രഞ്ച് ലാസ്റ്റാണ്. അപ്പോൾ അതിനിടക്കാണ് ആരുള്ളത്? ഇംഗ്ലീഷുകാർ വന്നത്. ഓക്കെ, അപ്പോൾ PDF പോർച്ചുഗീസുകാർ ആദ്യം വന്നു, ഡച്ച് 2ാമത് വന്നു, ഇംഗ്ലീഷ് 3ാമത് വന്നു, ഫ്രഞ്ചുകാർ 4ാമത് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ പറഞ്ഞു അല്ലേ, പോർച്ചുഗീസാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്. പോർച്ചുഗീസാണ്. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് ഇന്ത്യ വിട്ട് പോയതും ആര് തന്നെയാണ്? ഈ പോർച്ചുഗീസ് തന്നെയാണ്. ഓക്കെ, അതായത് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നതും പോർച്ചുഗീസുകാരാണ്, അവസാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയതും പോർച്ചുഗീസാണ്. അപ്പോൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി 1947 ശേഷം, 1961 ഈ പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട് പോയത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വന്നത് ഇവരാണ്, അവസാനമായിട്ട് പോയത് ഇവരാണ്. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഡച്ചുകാർ 2ാമതായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ PDF, ആദ്യം വന്നു, D 2ാമത് വന്നു. അപ്പോൾ ഡച്ച് 2ാമതാണ് വന്നത്. എന്നാൽ ആദ്യം തിരിച്ചു പോയതും, ആദ്യം ഇന്ത്യ വിട്ട് തിരിച്ചു പോയതും ആരാണ്? ഡച്ചുകാരാണ്. ഓക്കെ, അപ്പോൾ ഡച്ചാണ്. ഡച്ചുകാർ 2ാമതായിട്ട് വന്നു. ആദ്യം തിരിച്ചു പോയതും ഡച്ചുകാർ തന്നെയാണ്. ഓക്കെ, ഇന്ത്യ വിട്ട് പോയതും ഡച്ചുകാർ തന്നെയാണ്. പിന്നീട് ആരൊക്കെ ഉണ്ടായത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. അവർ തമ്മിൽ കുറച്ച് യുദ്ധങ്ങളൊക്കെ നടന്നു. അതിനുശേഷം ഫ്രഞ്ചുകാരും അങ്ങ് തോറ്റുപോയി, ഇംഗ്ലീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് PDF ആ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം വന്നതും അവസാനം പോയതും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. ഈ പോർച്ചുഗീസുകാരെക്കാളും മുന്നേ ഇന്ത്യയിൽ വന്നിട്ടുള്ളവരാണ് അറബികൾ കേട്ടോ. ഓക്കെ, ഈ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു. ഇവരെക്കാളും മുന്നേ വന്നിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരാണ് അറബികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിലായിട്ട് പഠിക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പോർച്ചുഗീസുകാർ മുതൽ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. ഓക്കെ, ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? ചവിട്ട് നാടകത്തിൻ്റെ ആള് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം. ഓക്കെ, നെക്സ്റ്റ് കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. ഓക്കെ, കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാർ തന്നെയാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽവാരസ് കാബ്രോൾ. ഈ അൽവാരസ് കാബ്രോൾ ആരാണെന്നറിയോ? നമ്മുടെ വാസ്കോ ഡ ഗാമ പോർച്ചുഗീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്
അൽവാരസ് കാബ്രോൾ. അപ്പോൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് ആരാണ്? അൽവാരസ് കാബ്രോൾ. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും? അൽവാരസ് കാബ്രോൾ. അപ്പോൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. പോർച്ചുഗീസ് ആണ് ഈ ഭാഗത്ത് പറയുന്നത്, പോർച്ചുഗീസ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ദെൻ കൊച്ചിയിലാണ് പണ്ടകശാല സ്ഥാപിച്ചത്. അപ്പോൾ കൊച്ചി മീൻസ് കൊച്ച്, നമ്മൾ ബ്രോ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ബ്രോ മീൻസ് നമ്മുടെ അനിയനല്ലേ, അനിയനോ ഏട്ടനോ ഒക്കെ നമ്മൾ ഒരു അനിയനായിട്ട് എടുക്കാം. അപ്പോൾ അനിയനാണ്, നമ്മൾ കൊച്ചാണെന്ന് വിചാരിച്ചാൽ മതി. അനിയൻ എന്നുള്ളത് നമ്മൾ ബ്രോ ആണ്, കൊച്ചു ബ്രോ ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രായി ആരാണ്? കൊച്ചല്ലേ, അപ്പം കൊച്ച്, കുഞ്ഞ്, ബ്രോ ആണ്, ബ്രോ കാബ്രോൾ, അൽവാരസ് കാബ്രോൾ. നെക്സ്റ്റ്, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്, അറിയായിരിക്കും. പോർച്ച്, കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ പോർക്ക് കറിയിൽ പറങ്കി ഇടാറുണ്ടെന്ന് ആലോചിച്ചാലും മതി. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരാണ് ആദ്യം പറങ്കികൾ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ കോഡ് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കോറിയ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? ജെയിംസ് കോറിയ. അതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? പോർച്ചുഗീസ് അല്ലേ, പോർക്ക് കറി എന്ന് ആലോചിച്ചൂടെ നമുക്ക്? പോർച്ചുഗീസ് കൊറിയ കറി. ഓക്കെ, ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ജെയിംസ് കോറിയ. ഓക്കെ, അപ്പം പോർക്ക് കറി എന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, ഈ പോർച്ചുഗീസുകാർ ആദ്യ തലസ്ഥാനം എവിടെയായിരുന്നു? നമ്മുടെ കേരളത്തിലെ കൊച്ചി ആയിരുന്നു കേട്ടോ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം കൊച്ചി ആയിരുന്നു. പിന്നീട് അവർ പിൽക്കാലത്ത് തലസ്ഥാനം മാറ്റിയിട്ട് നേരെ എവിടത്തേക്ക് പോയി? ഗോവയിലേക്ക് പോയി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഫസ്റ്റ് തലസ്ഥാനം കൊച്ചിയാണ്, അതിനുശേഷം പിൽക്കാലത്ത് ഗോവയിലേക്ക് പോയി. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം. ഓക്കെ, ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നു. കൊച്ചിയിൽ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽവാരസ് കാബ്രോൾ. പറങ്കികൾ എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയതാരാണ്? പോർക്ക് കറി അല്ലേ, ജെയിംസ് കോറിയ. ഫസ്റ്റ് തലസ്ഥാനം കൊച്ചിയാണ്, പിൽക്കാല തലസ്ഥാനം ഗോവയുമാണ്. യൂറോപ്പിൽ നിന്നും കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ, അതായത് വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ എന്താ പറഞ്ഞത് നമ്മൾ? ഓക്കെ, വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ, അതായത് ഒരു അകമ്പടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സെന്റ് റാഫേലും സെന്റ് ബെറിയയും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? രണ്ടില് റാ ഉണ്ടല്ലോ, രണ്ട് റാ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, മറ്റേത് നേരത്തെ പറഞ്ഞു സെന്റ് ഗബ്രിയേൽ പറഞ്ഞു അല്ലേ, സെന്റൊക്കെ ഭയങ്കര അടിച്ചിട്ട് വരുന്ന ആളെ സെന്റ് ഗബ്രിയേൽ. അപ്പോൾ ഇതും സെയിം ആണ്, സെന്റ് റാഫേലും സെന്റ് ബെറിയയും ആണ്. പക്ഷേ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആവില്ല, അതുകൊണ്ട് രണ്ടിലും റാ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് രണ്ട് റാഫേൽ, ബെറിയ, രണ്ടിലും റാ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. ഓക്കെ, വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയത് 1524. അവസാനമായിട്ട് എത്തിയത് 1524. വാസ്കോ ഡ ഗാമ അവസാനമായിട്ട് എത്തിയത് കേട്ടോ 1524. അപ്പോൾ ഈ 1524 തന്നെയാണ് അദ്ദേഹം മരിക്കുകയും ചെയ്തത് കേട്ടോ. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഓക്കെ, ആദ്യം കൊച്ചിയിലെ പള്ളിയിലാണ് അടക്കം ചെയ്തത്, അതിനുശേഷം നേരെ ലിസ്ബണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. യൂറോപ്പിൽ നിന്ന് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ്. എപ്പം? 1497. ഓക്കെ, 97. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് ഒരു മനുഷ്യൻ, മാനുവൽ 1. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട്, കോഴിക്കോട്. വാസ്കോ ഡ ഗാമ വന്ന കപ്പലിൻ്റെ പേര് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സെന്റ് റാഫേലും ബെറിയും. രണ്ട് റാ പറഞ്ഞില്ലേ, രണ്ട് റാനെയും കൂട്ടിയിട്ടാണ് ആര് വന്നത്? വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വന്നത്. അപ്പോൾ റാഫേലും ബെറിയും. വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയത് 1499. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം 1524.
വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി എന്താണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. നെക്സ്റ്റ്, വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളിയാണ് ജെറോണോമിസ് കത്തീഡ്രൽ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം മരിച്ചു 1524 ഡിസംബർ 24 വാസ്കോഡഗാമ മരിച്ചത് കേട്ടോ. 1524 ഡിസംബർ 24 വാസ്കോഡഗാമ മരിച്ചത്. ഓക്കെ, അപ്പോൾ മരിച്ചതിന് ശേഷം ആദ്യം ഇവിടുത്തെ കൊച്ചിയിലെ ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു അടക്കം ചെയ്തത്. അതിനുശേഷം 1539 അയാളുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയും ജെറോണിമസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞ പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഓക്കെ, 1539. ഓക്കെ, ദെൻ വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. വാസ്കോഡഗാമ ഗോവ. ഓക്കെ, ഗോവയിലാണ്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് കാബ്രൽ. ഓക്കെ, വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. അതപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പോൾ വാസ്കോഡഗാമയുടെ പിൻഗാമി എന്ന് പറയുമ്പോൾ അയാളുടെ അനിയനാണ്, അയാളുടെ ബ്രോ ആണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ അൽവാരസ് കാബ്രൽ വാസ്കോഡഗാമയുടെ പിൻഗാമി എന്ന് പറയുമ്പോൾ വാസ്കോഡഗാമയുടെ ബ്രോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കാബ്രോൾ, ആൽവാരസ് കാബ്രോൾ, ഒരു ആലുവയൊക്കെ തിന്നിട്ടുള്ള ഇങ്ങനെ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു ബ്രോ ആണെന്ന് വിചാരിച്ചാൽ മതി അല്ലേ? ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ? അപ്പോൾ ഒന്ന് കണക്ട് ചെയ്താൽ മതി, വാസ്കോഡഗാമയുടെ ബ്രോ എന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരസ് കാബ്രോൾ. വാസ്കോഡഗാമയുടെ ബ്രോ എന്ന് വിചാരിച്ചാൽ മതി. നെക്സ്റ്റ്, വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് 1498 മെയ് 20. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയത് അല്ലേ? നല്ല ഗമ കഴിച്ചിട്ടാണ് ഇന്ത്യയിൽ എത്തിയത്, പക്ഷേ എട്ടിൻ്റെ പണി കിട്ടിയെന്ന് ആലോചിക്കുക. ഓക്കെ, ഗമ കഴിച്ചിട്ടാണ് ഇന്ത്യയിൽ എത്തിയത്. വാസ്കോഡഗാമ ഗമ കഴിച്ചിട്ടാണ് ഇന്ത്യയിൽ എത്തിയത്, പക്ഷേ എട്ടിൻ്റെ പണി കിട്ടിയെന്ന് ആലോചിച്ചാൽ മതി. മെയ് എങ്ങനെ കണക്ട് ചെയ്യാം? വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയത് എന്നല്ലേ പറയുന്നത്? എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെയ്യും കൊണ്ടാണ് വന്നത്, അദ്ദേഹത്തിൻ്റെ ദേഹവും കൊണ്ടാണ് അദ്ദേഹം വന്നത്. മെയ്, അദ്ദേഹത്തിൻ്റെ മെയ്യും കൊണ്ടാണ് വന്നത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ മെയ്. ഓക്കെ, അപ്പോൾ 1498 മെയ് 20 അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത് 1502. രണ്ടാമതായിട്ട് എത്തിയതല്ലേ? അപ്പോൾ 2 വാസ്കോഡഗാമ ആദ്യം എത്തിയത് 1498 മെയ് 20 എത്തിയത്. അപ്പോൾ വാസ്കോഡഗാമ തിരിച്ചു പോയത് 1499 തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും വന്നു രണ്ടാമത്. അത് ഡേറ്റ് എങ്ങനെ വരുന്നത്? 2 തന്നെയാണ് ലാസ്റ്റ് വരുന്നത്, 1502. ഓക്കെ, ഇതിന് വാസ്കോഡഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിലെത്തിയത് 1524. ഓക്കെ, 1524 മൂന്നാമതും അവസാനവുമായി എത്തിയത്. അത് 1524. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. എവിടെ? ഗോവയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്, ഗോവയിൽ. കൊച്ചിയിലും വൈപ്പിനും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് കൊച്ചിയിലാണ് എന്തുണ്ടായത്, അവരുടെ തലസ്ഥാനം ഉണ്ടായത്. പിന്നീടാണ് അവർ ഗോവയിലേക്ക് തലസ്ഥാനന്മാർ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായി അച്ചടിശാല ഗോവയിലാണ്, പോർച്ചുഗീസുകാരാണ് ഉണ്ടാക്കിയത് ഗോവയിലും. മീൻസ് കൊച്ചിയിലും വൈപ്പിലും അവർ അച്ചടിശാല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയാക്കി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളാണ്. ഇന്ത്യയുമായി കച്ചവടം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ നമുക്ക് അത് ഒന്ന് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കത്തോലിക്ക മതവിഭാഗക്കാർ, അതെങ്ങനെ കണക്ട് ചെയ്യാം? ഇതിപ്പം ഓരോരോ കാര്യങ്ങൾ നമ്മൾ പോർച്ചുഗീസാണ്, ഡച്ച്, ഫ്രഞ്ച്, ഇവരൊക്കെ ഈ ഓരോരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ ഈ കത്തോലിക്ക വിഭാഗക്കാർ, മതവിഭാഗക്കാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. കത്തോലിക്ക മതവിഭാഗക്കാരാണ് അത് പോർച്ചുഗീസുകാർ. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് ഈ കത്തോലിക്ക എന്നുള്ളത് നമുക്ക് കത്തായിട്ട് എടുക്കാം. കത്ത്, പോർച്ചുഗീസ്, പോർച്ച് ഇതിന് ടോർച്ചായിട്ട് എടുക്കാം. അപ്പോൾ ഈ കത്തൊക്കെ നമ്മൾ ടോർച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു, ഇരുട്ടത്ത് നോക്കുന്നതായിട്ടൊന്നും നിങ്ങളുടെ മനസ്സിൽ ഇമേജിൽ വരും. അപ്പോൾ കത്തൊക്കെ നമ്മൾ ടോർച്ച് ഉപയോഗിച്ച് നോക്കുന്നതായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇന്ത്യയിൽ കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക വിഭാഗക്കാർ ആരെന്ന് ചോദിച്ചാൽ കത്തോലിക്ക. കത്ത് നമ്മൾ എന്ത് ചെയ്യും? ടോർച്ച് ഉപയോഗിച്ച് ലൈറ്റ് അടിച്ച് നോക്കും. അപ്പോൾ ടോർച്ച്, പോർച്ചുഗീസുകാർ. ഓക്കെ,
ഒന്നുകൂടി വായിക്കാം. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ 1539. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ. ഗോവ. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ആൽവാരസ് കാബ്രൽ. ആരുടെ പിൻഗാമി? ബ്രോ ആണ്. ഓക്കെ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ. മെയ്യും കൊണ്ടാണ് വന്നത്, 8ൻ്റെ പണിയും കിട്ടിയെന്ന് ആലോചിച്ചാൽ മതി. വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1502. രണ്ടാമത് 2. വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനവുമായി എത്തിയത് 24. ഓക്കെ, 1524. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. ഗോവയിലാണ്. ഗോവ രണ്ടാമത്തെ തലസ്ഥാനമാണ് കേട്ടോ അവരുടെ. കൊച്ചിയിലും വൈപ്പിനും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളാണ് അവർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ് ആര്? പോർച്ചുഗീസുകാർ. കത്തോലിക്ക, കത്ത്, പോർച്ച്, ടോർച്ച്. ഓക്കെ, കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ്, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട. അതാരാ നിർമ്മിച്ചത്? യൂറോപ്യന്മാർ വരുമ്പോൾ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട എന്ന് പറഞ്ഞാൽ മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ആദ്യമായി നിർമ്മിച്ച കോട്ട എന്ന് പറഞ്ഞാലും അത് മാനുവൽ കോട്ടയാണ്. ഈ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്, കേരളത്തിലെ കൊച്ചിയിൽ. ഓക്കെ. ദെൻ ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാർ. പുകയില നമ്മൾ ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ പപ്പായ പുകയില ഒക്കെ പറഞ്ഞതാണ്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പുകയില പോർച്ചുഗീസുകാർ. ദെൻ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ആലോചിക്കാൻ പറ്റും? പുകയില എന്ന് വെച്ചിട്ട് ആലോചിക്കാൻ പറ്റും. 2 പാ ഉണ്ടല്ലോ. പിന്നെ പോർക്ക് കറിയൊക്കെ ആക്കുമ്പോൾ കുറച്ച് പുകയും, അടുപ്പിലാണ് ആക്കുന്നത്, പുകയൊക്കെ ഉണ്ടാവുന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. പോർക്ക് കറി പുകയൊക്കെ വരും. പുകയില, പോർച്ചുഗീസ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. ഓക്കെ. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആര്? അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ ആദ്യത്തെ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഓക്കെ. ദെൻ നീല ജലനയം നടപ്പാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. നീല ജലനയം, അൽമേഡ. അതെങ്ങനെ കണക്ട് ചെയ്യാം? ഈ മേഡ എന്നുള്ളത് അൽമേഡയല്ല, മേഡ ഞാൻ പേടയായിട്ടാണ് കണക്ട് ചെയ്തത്. നമ്മൾ പേട തിന്നുമല്ലോ, പേട മുട്ടായി, അപ്പോൾ അതുമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അതിനൊരു വെള്ള കളറല്ലേ, അപ്പോൾ അതൊരു വെള്ളയും ഒരു നീലയും കളറാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ജലം ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. നീല കളറാണെന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നീല ജലനയം എന്ന് പറയുമ്പോൾ പേട, മേട, അൽമേഡ. ഓക്കെ. കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട 5 പേടയുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതന്നെ അവരുടെ ഇയറുമായിട്ട് കണക്ട് ചെയ്യുക. ഇയർ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല ഇത്, പക്ഷെ എന്നാലും കണക്ഷൻ ഇല്ലോണ്ട് ഞാൻ പറഞ്ഞു തന്നേ. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ 1505. ഓക്കെ. ആഞ്ചലോസ് കോട്ടയാണല്ലോ. 5 അൽമേഡ, പേട 5 ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. കൊല്ലവർഷം എന്താണ്? 5ആണ്. കണക്ട് ചെയ്യാലോ. നെക്സ്റ്റ്, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഈ അൽബുക്കർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പോർച്ചുഗീസുകാർ ചെയ്തിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത് ഈ അൽബുക്കർക്കിൻ്റെ കാലത്താണ്. അതുകൊണ്ട് അദ്ദേഹം ഭയങ്കര ശക്തനായിട്ടുള്ള വൈസ്രോയി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നുകൂടി ഞാൻ ഈ കാര്യം വായിക്കാം. ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട, കൊച്ചി. ഈ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിലൊക്കെയാണ് ഈ കോട്ട അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാർ. പുകയില, പോർക്ക് കറിക്ക് പുക വരും അല്ലേ, പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട പറഞ്ഞു. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. ഓക്കെ. മാനുവൽ കോട്ട ആരാണ്? അൽബുക്കർക്ക്. മനുഷ്യനായിരിക്കില്ല ബുക്കെല്ലാം എടുത്ത് വായിക്കുക, അത് കണക്ട് ചെയ്താൽ മതി. മാനുവൽ കോട്ട മനുഷ്യനായിരിക്കും, ബുക്കുകളെടുത്ത് വായിക്കുക. ഓക്കെ. അൽബുക്കർക്ക്.
ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ അൽമേഡ. ആദ്യത്തെ വൈസ്രോയി എന്താണ്? ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. എന്നാൽ ഏറ്റവും ഫേമസും ശക്തനുമായിട്ടുള്ളത് അൽബുക്കർക്കാണ്. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ് ഡി അൽമേഡ. പേഡയാണ് ആദ്യത്തെ ആൾ. ഓക്കെ, എന്നാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും ശക്തനായിട്ടുള്ളതും അൽബുക്കർക്കാണ്. ഓക്കെ, നീലജല നയം നടപ്പാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. പേഡ, നീലജലം. ഓക്കെ, കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് 5 പേഡ. ഓക്കെ, അൽമേഡ 1505. ഇന്ത്യയിൽ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇനി അൽബുക്കർക്കിനെ കുറിച്ച് കുറച്ചൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് ഈ അൽബുക്കർക്ക് എന്ന് പറയുന്ന വ്യക്തി. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി. നമ്മൾ ആദ്യം പറഞ്ഞുവല്ലോ, ആദ്യം കൊച്ചിയിലാണ് ആസ്ഥാനം ഉണ്ടായത്, പിന്നെ ഗോവയിലേക്ക് മാറ്റി. ഈ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വ്യക്തിയാണ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഓക്കെ, എന്നോട് പറയാം. ഇന്ത്യയിൽ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകി. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകി. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. ഓക്കെ, ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഓക്കെ, ശക്തനായിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറഞ്ഞാൽ അൽബുക്കർക്കാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി കൂടിയാണ് അൽബുക്കർക്ക്. ഓക്കെ, ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ്. നമ്മൾ സതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ആരാന്ന് വരിക? ബെന്തിക് പ്രഭുവിനെ ഓർമ്മ വരിക. അത് ബ്രിട്ടീഷാണ്. ഇത് പോർച്ചുഗീസിലാണ് പറയുന്നത്. പോർച്ചുഗീസ് വൈസ്രോയിയുടെ കാര്യത്തിലാണ് പറയുന്നത്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി കൂടിയാണ് അൽബുക്കർക്ക്. ഇതൊക്കെ കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം 1510. ഓക്കെ, പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം 1510. അതെങ്ങനെ ആലോചിക്കാം? ഗോവ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭൂപടത്തിലെ ഒരു ചെറിയൊരു ഉണ്ട പോലത്തൊരു സ്ഥലമല്ലേ, ഒരു ചെറിയൊരു സ്ഥലമല്ലേ. അപ്പോൾ അതൊരു റൗണ്ടിൻ്റെ സ്ഥലമാണോ, ചെറിയൊരു സ്ഥലമാണോ, ഒരു 0 എത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ 0. ഓക്കെ, പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം 1510, AD 1510. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപൂർ സുൽത്താനിൽ നിന്നാണ്. ഓക്കെ, പോർച്ചുഗീസുകാരും സാമൂതിരിയും കണ്ണൂർ സന്ധി ഒപ്പിട്ടത് 1513. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായി പൊന്നാനി സന്ധി ഒപ്പിട്ടത് 1540. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയും ചോദിക്കുകയും ചെയ്യുന്നു. കണ്ണൂർ സന്ധി എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുക? ഇത് രണ്ടും സെയിം ആൾക്കാരാണ്. പോർച്ചുഗീസും കോഴിക്കോടുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് രണ്ടും. അപ്പോൾ കണ്ണൂർ സന്ധി ആണെങ്കിൽ കണ്ണൂർ, നൂർ, 3 അക്ഷരമാണല്ലോ ഉള്ളത്. അപ്പം 3 1513 ആയിട്ട് കണക്ട് ചെയ്യാം. ദെൻ പൊന്നാനി സന്ധി ആണെങ്കിൽ ഒപ്പിട്ട വർഷം എന്ന് ചോദിച്ചാൽ പൊന്നാനി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? പൊന്ന് ഓർമ്മ വരുന്നില്ലേ? പൊന്നിൻ്റെ ഒരു വളയായിട്ട് കണക്ട് ചെയ്യുക. പൊന്നിൻ്റെ ഒരു വള, പൊന്നാനി, പൊന്നിൻ്റെ ഒരു വള. അപ്പോൾ 1540 പൂജ്യമായിട്ട് കണക്ട് ചെയ്യാം. 1540. ഒന്നുകൂടെ പറയാം. പോർച്ചുഗീസുകാർ സാമൂതിരി കണ്ണൂർ സന്ധി ഒപ്പിട്ടത് 1513. കണ്ണൂർ 3 അക്ഷരം 3. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായി പൊന്നാനി സന്ധി ഒപ്പിട്ടതോ പൊന്നാനി, പൊന്നാണ്, പൊന്നിൻ്റെ ഒരു വളയാണ് ആലോചിക്കുക. വളയാകുമ്പോൾ അല്ലെങ്കിൽ റിങ്ങോ വളയോ എന്താണ് വെച്ച് നിങ്ങൾക്ക് ആലോചിക്കുക. ഒരു 0 പോലെയാണ്, റൗണ്ടാണ്. 0 1540. പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരയ്ക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന ഒരു കൃതിയുണ്ട്. അപ്പോൾ ആ കൃതിയാണ് തൂഫത്തുൽ മുജാഹിദീൻ. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? ഷെയ്ഖ് സൈനുദ്ദീനാണ് എഴുതിയിട്ടുള്ളത്. തൂഫത്തുൽ മുജാഹിദീനാണ്, മുജാഹിദീനാണ്
കൃതിയുടെ പേര്. എഴുതിയിട്ടുള്ളത് ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പോൾ ഈ പേരും അവരുടെ കൃതിയും ഒന്ന് പഠിച്ചു വെക്കണം. അത് പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു കോഡ് എന്ന് പറഞ്ഞാൽ തൂഫത്തുൽ മുജാഹിദീൻ എന്നാണ് കൃതിയുടെ പേര്. തൂഫത്തുൽ മുജാഹിദീൻ. അതിൻ്റെ ഫത്തു ഞാൻ എടുത്തു, മീൻസ് 10 എന്നോ 10 എന്താണ് ചോദിച്ചാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ദെൻ ഷെയ്ഖ് സൈനുദ്ദീൻ എന്ന് പറയുമ്പോൾ ഷെയ്ഖ് 10 ഷെയ്ഖ് എന്നായിട്ട് കണക്ട് ചെയ്യാം. തൂഫത്തുൽ മുജാഹിദീൻ 10 ഷെയ്ഖ് സൈനുദ്ദീൻ. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. ഇത് അറബി ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതിയാണ് കേട്ടോ. അറബി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതി കൂടിയാണ് എന്ത്, തൂഫത്തുൽ മുജാഹിദീൻ. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, ഈ തൂഫത്തുൽ മുജാഹിദീനുള്ള സെയിം പേരിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ള കുറച്ച് കൃതികൾ കൂടിയുണ്ട്. അതും ഇതുമായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ ആ കോഡൊന്ന് ഉറപ്പിച്ച് വെക്കുക. തൂഫത്തുൽ മുജാഹിദീൻ എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീനാണ്. തൂഫത്തുൽ 10 ഷെയ്ഖ്. ആ 10 ഷെയ്ഖും ആരുടേതാണ്? മുജാഹിദീൻ. എൻ്റേതാണ്. ഹിന്ദി പറയാറില്ലല്ലോ. മുജാഹിദീൻ എൻ്റേതാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. മുജാഹിദീൻ എൻ്റേതാണ്. ഓക്കെ, അപ്പോൾ തൂഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പോൾ പഠിച്ച കയറിൽ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി നമ്മൾ പറഞ്ഞ പോലെ അൽമേഡ അല്ലേ, അൽമേഡയാണെന്ന് പറഞ്ഞു. ജലനയം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തേത് അൽമേഡയാണ്. രണ്ടാമത്തേതാണ് അൽബുക്കർക്ക്. അദ്ദേഹമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ശക്തമായിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കൊണ്ട് പോകണം. എന്നാൽ അവസാനമായിട്ടൊരു പോർച്ചുഗീസ് വൈസ്രോയി ഉണ്ടായിരുന്നു. അത് ആന്റോണിയോ വാസ്ലോ ഇ സിൽവ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് അൽമേഡ, രണ്ടാമത്തേത് അൽബുബക്കർ, അവസാനത്തേത് വാസ്ലോ ഇ സിൽവ. അവസാനത്തേതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അവസാനത്തേത് എങ്ങനെ ഓർമ്മിക്കാം? നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആന്റോണിയോ വാസ്ലോ ഇ സിൽവ. അവസാനത്തേന്ന് പറയുമ്പോൾ അവസാന കാലമാകുമ്പോഴത്തേക്കും വയസ്സായി വാസലിനൊക്കെ തടയുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഈ വയസ്സായി കഴിഞ്ഞാൽ കുഴമ്പൊക്കെ തടവില്ലേ, അതുപോലെ വാസലിനൊക്കെ തടിയിട്ട് ജോലിക്ക് വരുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചാൽ മതി. ആന്റോണിയോ വാസ്ലോ ഇ സിൽവ. എന്നോട് പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി അൽമേഡ, രണ്ടാമത്തേതാണ് അൽബുക്കർക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അൽബുക്കർക്ക്. അവസാന കാലത്ത് വാസലിനൊക്കെ തടി കൊണ്ടുവരുന്ന ആന്റോണിയോ വാസ്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസിൻ്റെ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇത്രയും ഭാഗം പഠിച്ചാൽ മതി. അധികം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഒന്നും ഇപ്പോൾ പുസ്തകത്തിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ച് പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1602. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഓക്കെ, ഡച്ചുകാരുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി മസൂലിപട്ടണം. ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്? പോർച്ചുഗീസുകാർ കത്തോലിക്കൻസ് ആണ് പറഞ്ഞത്, കത്ത്, ടോർച്ച്. അപ്പോൾ അവിടെയും ഇതാണ്. ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റ് ആണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഭാഗം പ്രത്യേകിച്ച് പറഞ്ഞത്. ഓക്കെ, ദെൻ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് 1663. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ച് അഡ്മിറൽ വാൻ ഗോയുൻസ്. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത് 1658. അപ്പോൾ ചെറിയ കോഡുകളൊക്കെ വെച്ച് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ ഡച്ചുകാർ പറയുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602. എങ്ങനെ കണക്ട് ചെയ്യാം? ഡച്ച് 2 അക്ഷരങ്ങളേ ഉള്ളൂ. ഡച്ച്, അപ്പോൾ 2 1602 അങ്ങനെ കണക്ട് ചെയ്യാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1602. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം എന്തായിരുന്നു? കൊച്ചിയായിരുന്നു. പിന്നെ അത് മാറ്റി ഗോവയിലേക്കാക്കി പറഞ്ഞു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് എന്താണ്? അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഓക്കെ, ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാർ. അത് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലിപട്ടണം. ഡച്ചുകാരുടെ ഇന്ത്യയിലെ
ആദ്യത്തെ ഫാക്ടറി മസൂലിപട്ടണം. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ഡച്ചുകാർ, അപ്പോൾ ഡച്ച് അല്ലേ, ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടില്ല. ഡച്ച്, ടച്ച് ഇല്ലേ, നമ്മൾ തൊടുക ഇല്ലേ, ടച്ചുമായിട്ട് കണക്ട് ചെയ്യാം. ടച്ച്, അപ്പോൾ ടച്ച് ചെയ്യുന്നത് ഒരു മസിലുള്ള ആളാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ്? മസിലൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ടച്ച് ചെയ്യും. ടച്ച്, ഡച്ച്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ് മസൂലിപട്ടണം. മസിലുണ്ടാക്കുന്ന പട്ടണം അല്ലെ, മസിലിൻ്റെ ഫാക്ടറിയാണ്. അപ്പോൾ അത് നമ്മൾ ടച്ച് ചെയ്യുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ആ കണക്ഷനൊക്കെ കിട്ടിയല്ലോ. നെക്സ്റ്റ്, ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. പാശ്ചാത്യ ശാസ്ത്രം ഡച്ചുകാർ. അതെങ്ങനെ കണക്ട് ചെയ്യാം? ഈ പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാരൊക്കെ, ഫോറിനേഴ്സൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അവരെ തൊടാനൊക്കെ ഒരാഗ്രഹം ഉണ്ടാവില്ലേ? ടച്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ പാശ്ചാത്യ ശാസ്ത്രം ഡച്ചുമായിട്ട് കണക്ട് ചെയ്യാം. ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റൻ്റ്. അതെങ്ങനെ ആലോചിക്കാം? ഈ ടച്ച് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമല്ലേ? ഇപ്പം നിങ്ങൾ ആരെങ്കിലും ടച്ച് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുമല്ലേ? അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ആലോചിച്ചാൽ മതി. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. കൊച്ചി, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയേണ്ടത്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. കൊച്ചി ആദ്യം ഉണ്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ തലസ്ഥാനമായിരുന്നു. അവർ പിന്നീട് എവിടത്തേക്ക് മാറി? ഗോവയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരത് പിടിച്ചെടുത്തു. ഓക്കെ, ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ദെൻ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയൻസ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ നമ്മൾ ടച്ച് ചെയ്യുന്നത് എന്താണ്? ഒരു വാനാണ്. നമ്മൾ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ, നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യൂലേ? അപ്പോൾ വാനാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വാനാണ് ടച്ച് ചെയ്യുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ച് അഡ്മിറൽ വാൻ ഗോയൻസ്. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത് 1658. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള കാര്യം നോക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഇതെല്ലാം മിക്സ് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ടച്ചുമായിട്ടുള്ള ഈ കോഡ് പറഞ്ഞല്ലോ, ടച്ച്. അപ്പോൾ ആ ടച്ച് എവിടെയൊക്കെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ബോധം വേണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, എന്തൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്? മസൂലിപട്ടണം അല്ലേ, മസിലിലാളെ നമ്മൾ ടച്ച് ചെയ്യും. ഓക്കെ, മസിലുണ്ടാക്കുന്ന ഫാക്ടറി മസിലുകാരെ നമ്മൾ ടച്ച് ചെയ്യും. അതുപോലെ പാശ്ചാത്യരെ നമ്മൾ ടച്ച് ചെയ്യും. ഓക്കെ, ടച്ച് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ വാൻ ടച്ച് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം ഇതൊക്കെ ഡച്ചുകാരാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ വായിക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602. ഓർമ്മയുണ്ടല്ലോ. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാർ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലിപട്ടണം. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാർ. പാശ്ചാത്യരെ നാം ടച്ച് ചെയ്യും. ഇന്ത്യയിൽ ഉൾപ്പെട്ട മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം. പ്രൊട്ടക്റ്റ് ചെയ്യും. ടച്ച് ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് 1663. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ എന്താണ് ടച്ച് ചെയ്യുന്നത്? വാനല്ലേ, അഡ്മിറൽ വാൻ ഗോയിൻസ്. അഡ്മിറലാണ് കേട്ടോ. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തിയ വർഷം 1658. ഓക്കെ, കുറച്ച് കാര്യം കൂടിയുണ്ട്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യ ആയിരുന്നു. ഏഷ്യയിൽ വെച്ച് ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഇന്തോനേഷ്യ ആയിരുന്നു. ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ ഇത് ഡെൻമാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1616. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? ഡെൻമാർക്കാണല്ലോ. ഡെൻമാർക്ക് പറയുമ്പോൾ മാർക്ക് നമ്മൾ 16 മാർക്ക് വേണമെന്ന് വിചാരിച്ചാൽ മതി. ഡെൻമാർക്ക് 16 മാർക്ക് വേണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1616. ഈ നമ്മൾ ഡച്ചുകാരെ കുറിച്ച് പറഞ്ഞത് ഇവിടുന്ന് തീർന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1616. 16 മാർക്ക്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ 4. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറിയാണ് സെറാപൂർ
ട്രാൻക്യൂബ തമിഴ്നാട്. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1620. 1748 ഡെൻമാർക്കുമാരുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ എന്ത് ചെയ്തു? ഫ്രഞ്ചുകാർ ബ്രിട്ടന് വിറ്റു. ഈ ഡെൻമാർക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ PSC ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഡച്ചുകാർ ഇമ്പോർട്ടൻ്റ് ആണ്, ഡച്ചുകാർ നോക്കുക കേട്ടോ. ഇനി ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ബുക്കാണ് ഹോർത്തൂർ മലബാറിക്സ്. ഹോർത്തൂർ മലബാറിക്സ്, മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് അതിൻ്റെ മലയാളത്തിലെ പരിഭാഷ. അപ്പോൾ ഇവിടെ കാണുന്ന ബുക്ക് അതിൻ്റെ ഒരു പുറംചട്ടയാണ്. ഓക്കെ. കേരളം, കർണാടക, ഗോവ, ഓക്കെ, ഈ സംസ്ഥാനങ്ങളിലുള്ള സസ്യങ്ങളെക്കുറിച്ചായിരുന്നു ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 742 സസ്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അത് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാം എന്നാണ്. ഓക്കെ. അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഇതെന്തായാലും എന്താ പറഞ്ഞത്? ഹോർത്തൂസ് മലബാറിക്സ് എന്ന് പറഞ്ഞ ഒരുപാട് സസ്യങ്ങളുടെ സംഭവമാണെന്നല്ല പറഞ്ഞു. 742 സസ്യങ്ങളുണ്ട്. അപ്പോൾ ഈ സസ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വെള്ളം വേണ്ടേ? അപ്പോൾ ഡാമിൽ നിന്നാണ് വെള്ളം എടുക്കുക. അപ്പോൾ പ്രസിദ്ധീകരിച്ചത് ഒരു ഡാമിൽ നിന്നാണെന്ന് വിചാരിച്ചാൽ മതി. ആംസ്റ്റർഡാം ഡാം, സസ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം എടുക്കും. പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാം. ഓക്കെ. പിന്നെ ഒരു ചെറിയൊരു കാര്യം പറയാം. ഈ ഹോർത്തൂർ മലബാറിക്സിൽ ആദ്യം പ്രതിപാദിച്ച സസ്യം എന്ന് പറയുന്നത് തെങ്ങാണ് കേട്ടോ. തെങ്ങ് ആദ്യം ചെറുത് തെങ്ങ് ആണ് പറഞ്ഞത്. പിന്നീട് ഏറ്റവും ലാസ്റ്റ് അവസാനം പ്രതിപാദിപ്പിച്ച സസ്യം എന്ന് പറയുന്നത് ആലാണ്. ആട്. അപ്പോൾ ആദ്യത്തേത് തെങ്ങും അവസാനത്തേത് ആടും. അത് ഒന്ന് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ. ദെൻ പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ശ്രദ്ധിച്ച് വെക്കുക. ദെൻ ഡച്ച് മലബാർ ഗവർണറായിട്ടുള്ള ഹെൻറിക് വാൻ റീഡ് ആയിരുന്നു പുസ്തകത്തിൻ്റെ രചയിതാവ്. പുസ്തകത്തിൻ്റെ രചയിതാവ് നേതൃത്വം കൊടുത്തതൊക്കെ വാൻ റീഡ് ആണ് കേട്ടോ. വാൻ റീഡ്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? ഈ പുസ്തകത്തിൻ്റെ രചയിതാവാണ്, നേതൃത്വം കൊടുത്തതാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പിന്നെ ഡാം എന്ന് പറഞ്ഞല്ലോ, പ്രസിദ്ധീകരിച്ച ഡാമിൽ നിന്നാണ്. ഈ ഡാമിൽ നിന്ന് വെള്ളം എടുത്ത് സസ്യങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു വാനിൻ്റെ ആവശ്യമാണല്ലോ. വാനിലാണ് വെള്ളം കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ചാൽ മതി. വാൻ റീഡ്. ഇതൊക്കെ പരസ്പരം ഒന്ന് ചെറുങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. 2 പ്രാവശ്യം കണ്ടാൽ മതി, നിങ്ങൾക്ക് കേട്ടാൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രസിദ്ധീകരിച്ചത് എവിടുന്നാണ്? ഡാം, ആംസ്റ്റർഡാം. അപ്പോൾ ഈ ഡാമിലെ വെള്ളം എന്ത് ചെയ്യണം? വാനിലാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വാൻ റീഡ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. ഡച്ച് മലബാർ ഗവർണറായിരുന്ന ഹെൻറിഡ് വാൻ റീഡ് ആയിരുന്നു പുസ്തകത്തിൻ്റെ രചയിതാവ്. അദ്ദേഹം തന്നെയാണ് നേതൃത്വം കൊടുത്തത്. വാൻ റീഡ്. ഓക്കെ. ദെൻ മലയാള ലിപി അച്ചടിക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചതാരാണ്? ഇമാനുവൽ റോയി. ഓക്കെ. മലയാള ലിപി അച്ചടിക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയി. പരിഭാഷകനാരായിരുന്നു? ഇമാനുവൽ കാർനെയ്റോ. ഓക്കെ. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? പരിഭാഷകനല്ലേ. അപ്പോൾ ഈ പരിഭാഷയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾ കാറിൽ മാത്രമേ വരൂ, നെയ്യ് മാത്രമേ തിന്നൂ എന്നൊക്കെ പറയാം. ഓക്കെ. പരിഭാഷകനാണ്. പരിഭാഷ ചെയ്യുന്ന സമയത്ത് നല്ല ശബ്ദമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് നെയ്യ് മാത്രമേ കഴിക്കൂ. അതുപോലെ ഇയാൾ കാറിൽ മാത്രമേ വരൂ. പരിഭാഷകനല്ലേ. പരിഭാഷകൻ എന്നൊക്കെ പറയുമ്പോൾ കാറിൽ മാത്രമേ വരുന്ന ഒരു വ്യക്തിയാണെന്ന് ആലോചിച്ചാൽ മതി. പരിഭാഷകൻ. കാർനെയ്റോ. നെക്സ്റ്റ്, മലയാള പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിൽ നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. മലയാളമാണ്. അപ്പം നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. നെക്സ്റ്റ്, കാർമലൈറ്റ് സന്യാസി മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്സിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസിയാണ് ആടി? മാത്യൂസ്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തത് സന്യാസി അല്ലേ? സന്യാസി, മാത്യൂസ്. ആ 2 ചിഹ്നം ഒരേ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തത്. കാർമലൈറ്റ് സന്യാസി മാത്യൂസ്. ചിത്രങ്ങൾ വരച്ചതെന്നാണ്? മാത്യൂസ്. ഓൾറെഡി ഇത് സസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു മത്തങ്ങേൻ്റെ ചിത്രം വരച്ചു എന്ന് ആലോചിച്ചാൽ മതി. മത്തങ്ങ, മാത്യൂസ്. ചിത്രം വരച്ചത് മാത്യൂസ്, മത്തങ്ങ. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ബുക്കാണ് കേട്ടോ. അതാണ് ചിത്രങ്ങൾ വരച്ചതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ചിത്രങ്ങൾ വരച്ചത് മത്തങ്ങേൻ്റെ ചിത്രമാണ്, മാത്യൂസ്. ഓക്കെ. ഈഴവ വൈദ്യൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഈഴവ വൈദ്യനുണ്ട്. അദ്ദേഹമാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ. തർജ്ജമ ചെയ്തത് മണിലാലാണ്. ഓക്കെ. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണ് ഹോർത്തൂസ് മലബാറിക്സ്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാൽ. അദ്ദേഹത്തിന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു 2020. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹോർത്തൂർ മലബാറിക്സ് മലബാറിൻ്റെ പൂന്തോട്ടമാണ്. കേരളത്തിലും കർണാടക, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ
സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. 742 സസ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് തെങ്ങാണ്, അവസാനത്തേത് വലിയ ആളാണ്. ഓക്കെ, പ്രസിദ്ധീകരിച്ചത് ഡാം, ആംസ്റ്റർഡാം. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തതും രചയിതാവും ഒക്കെ ഒരു വാൻഡ്രീഡാണ്. ഹെൻറിക് വാൻഡ്രീഡ്. നെക്സ്റ്റ്, മലയാളി ലിപി അച്ചടിക്കുവാൻ വാൻഡ്രീഡിനെ സഹായിച്ചത് ആരാണ്? ഇമ്മാനുവൽ റോയി. നെക്സ്റ്റ്, പരിഭാഷകൻ ഇമ്മാനുവൽ കാർനെറോ. പരിഭാഷകൻ എങ്ങനെയാണ് വരുന്നത്? ഇമ്മാനുവൽ കാർനെറോ. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്സിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ്. പരിഭാഷകൻ വരുന്നത് കാറിലാണ്. നെയ്യ് മാത്രമേ കഴിക്കൂ. ഓക്കെ, അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. മലയാള പതിപ്പ് പ്രസിദ്ധീകരിച്ചത് ആരാണ്? കേരള സർവകലാശാല. കാർമലൈറ്റ് സന്യാസി മാത്യൂസ്. ചിത്രം വരച്ചത് മത്തങ്ങയുടെ ചിത്രം, മാത്യൂസ്. ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ. തർജ്ജമ ചെയ്തത് മണിലാളാണ്. 2020 എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ്, ഫ്രഞ്ചുകാർ. ഓക്കെ, ഫ്രഞ്ചുകാർ എന്താണ്? പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഇപ്പോൾ പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫേസോ സെക്കൻഡ് ഫേസോ ആണ്. അപ്പോൾ അതിൽ ഓക്കെ, അത് പോണ്ടിച്ചേരി അല്ല, ഓപ്ഷനിലാണ് പോണ്ടിച്ചേരി ഉള്ളത്. ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണ്, മറക്കരുത്. ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഒരുപാട് ആൾക്കാർ പോണ്ടിച്ചേരിയിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എവിടെയാണ്? ലക്ഷദ്വീപാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഫ്രഞ്ചുകാർ എന്താണ്? പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിലാണ്. ഓക്കെ, ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറി സൂറത്ത്, മസൂലിപട്ടണം, ചന്ദ്രനഗർ. ഓക്കെ, പോണ്ടിച്ചേരി. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങളാണ് മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹി, മയ്യഴി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇവരുടെ വ്യാപാര കേന്ദ്രം അല്ലേ? വ്യാപാര കേന്ദ്രം സൂറത്തിലാണ്. ഫ്രഞ്ചുകാർ പറയുമ്പോൾ ഫ്രണ്ട്സ് എന്ന് ആലോചിച്ചാൽ മതി. ഫ്രണ്ട്സ് വ്യാപാര കേന്ദ്രം ഒരു സൂറത്ത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം കണക്ഷൻ കിട്ടും. ഓക്കെ, ഫ്രഞ്ചുകാർ എന്നുള്ളത് നമുക്ക് ഫ്രണ്ട്സ് എടുക്കാം. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്ത്. ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികളാണ് സൂറത്ത്, മസൂലിപട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? പ്രധാന ഫാക്ടറി ഇത് എങ്ങനെ കണക്ട് ചെയ്യാം? സുമ ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞാൽ മതി. സുമ ചന്ദ്രനിൽ പോയി എന്തിനാണ്? ഫാക്ടറി നിർമ്മിക്കാൻ. ഓക്കെ, സുമ ചന്ദ്രനിൽ പോയി എന്തിനാണ്? ഫാക്ടറി നിർമ്മിക്കാൻ. അപ്പോൾ കണക്ട് ചെയ്തുകൂടെ? ഫ്രഞ്ചുകാർ പ്രധാന ഫാക്ടറികളാണ് എന്താണ്? സുമ ചന്ദ്രനിൽ പോയി. സുമ എന്താണ്? സൂറത്ത്. മസൂലിപട്ടണം. ചന്ദ്രനിൽ പോയി. ചന്ദ്രനഗർ. പോയി പോണ്ടിച്ചേരി. അപ്പോൾ ആ ചെറിയൊരു കണക്ഷൻ കൊടുത്താൽ ആ 4 പേരും നമുക്ക് കിട്ടും. സുമ എവിടെ പോയി? ചന്ദ്രനിൽ പോയി. എന്തിനാണ്? ഫാക്ടറി ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രഞ്ചുകാരുമായിട്ട് അത് കണക്ട് ചെയ്യേണ്ടേ എങ്ങനെ? ഫ്രഞ്ച് നിങ്ങൾക്കല്ലെങ്കിൽ മാറിപ്പോകുമല്ലോ. അപ്പോൾ ഫ്രഞ്ചുകാരുമായിട്ട് കണക്ട് ചെയ്യാൻ സുമ ചന്ദ്രനിൽ പോയി ഫാക്ടറി ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണ്? ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ കൂട്ടുകാരും കൂടിയുണ്ട്, ഫ്രണ്ട്സും കൂടിയുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട്സും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ സുമ ചന്ദ്രനിൽ പോയി ഫാക്ടറി ഉണ്ടാക്കാൻ ഫ്രണ്ട്സും കൂടിയുണ്ടെന്ന് ആലോചിക്കാം. ദെൻ ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങളാണ് മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഓക്കെ, ഇനി ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹിയാണ്. മാഹി കേരളത്തിലാണ്. കാരയ്ക്കൽ എവിടെയാണെന്ന് അറിയോ? കാരയ്ക്കലും പുതുച്ചേരിയും തമിഴ്നാട്ടിലാണ്. യാനം ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ജനറൽ നോളജിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറയാം. മാഹി കേരളത്തിലാണ്, യാനം ആന്ധ്രാപ്രദേശാണ്, പുതുച്ചേരിയും കാരയ്ക്കലും തമിഴ്നാട്ടിലാണ് കേട്ടോ. 1954 ഇവരൊക്കെ സ്വതന്ത്രമായത്. മാഹി, യാനം, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവർ
ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് 1954 ഓക്കെ. അപ്പോൾ ഈ 4ലും വെച്ച് ഏറ്റവും ചെറിയ ജില്ല ഏത് ചോദിച്ചാൽ മാഹിയാണ് കേട്ടോ. മാഹി, യാനം, പുതുച്ചേരി, കാരയ്ക്കൽ. അപ്പോൾ ഇവ 4ലും വെച്ച് ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് മാഹിയാണ്. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ജില്ല മാഹി തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയും മാഹി തന്നെയാണ്. ഇവരുടെ 4 വെച്ചിൽ ഏറ്റവും ചെറുത് മാഹി തന്നെയാണ്. അപ്പോൾ ഇത് ജനറൽ ഫാക്ടറാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, കൂടെ പറയുമ്പോൾ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ ചെറിയൊരു കാര്യം കൂടി പറയാം. പോണ്ടിച്ചേരി എന്നായിരുന്നു അല്ലേ ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് പോണ്ടിച്ചേരി എന്നുള്ള പേരല്ലേ. അപ്പോൾ പോണ്ടിച്ചേരി എന്നാണ് അതിൻ്റെ പഴയ പേര്. അതിൻ്റെ പുതിയ പേര് പുതുച്ചേരി എന്നാണ് കേട്ടോ. പുതുച്ചേരി എന്നാണ്. 2006 പുതുച്ചേരി എന്നുള്ള പേര് വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒന്നും വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇത് പറയുന്ന കൂട്ടത്തിലൊന്ന് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. മാഹി കേരളത്തിലാണ്, യാനം ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി കാരയ്ക്കലും തമിഴ്നാട്ടിലാണ്. 1954 സ്വാതന്ത്ര്യം നേടിയത് ഫ്രഞ്ചുകാർ. ഇപ്പോൾ പറഞ്ഞില്ല, ഫ്രഞ്ചുകാരിൽ നിന്ന്. പോണ്ടിച്ചേരി പുതുച്ചേരി എന്നായിട്ട്, പുതുച്ചേരി മീൻസ് പുതിയ നഗരം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഈ പുതുച്ചേരി എന്നുള്ള പുതിയ പേരിലേക്ക് മാറിയത് 2006 ലേറ്റസ്റ്റ് ആയിട്ടാണ് 2006. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് വരാം. ദെൻ ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം മാഹിയാണ്. മയ്യഴി. മാഹി പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ജില്ലയാണ് കേട്ടോ. മാഹി ഏറ്റവും ചെറിയ ജില്ലയാണ്. അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക എവിടെയെങ്കിലും. ഓക്കെ. ദെൻ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയിൻ മാർട്ടിൻ. ഇത് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അതൊരു കോഡൊന്നും ആക്കാത്തത് കേട്ടോ. ദെൻ 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറി എന്താ പറഞ്ഞത്? സുമ ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞില്ലേ. എന്തിനാണ്? ഫ്രഞ്ചിനെയും കൂട്ടിയിട്ടാണ് പോയത്, ഫാക്ടറി ഉണ്ടാക്കാനാണ് പോയത്. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഓക്കെ. ദെൻ ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹിൻ്റെ മറ്റൊരു പേരാണ് മയ്യഴി. മയ്യഴിപ്പുഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. ഓക്കെ. ദെൻ വാണ്ടിവാഷ് യുദ്ധം. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം. ഓക്കെ. ഫ്രഞ്ച് പതനത്തിന് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം PDEF ആയിരുന്നല്ലോ. PDEF ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗീസ്, ഡച്ച്, ദെൻ ആരായിരുന്നു? ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അപ്പോൾ ആദ്യത്തെ 2 ആൾക്കാരും പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആര് വന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമാണ് വന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. അതായത് ഇംഗ്ലീഷും ഫ്രഞ്ചും തമ്മിലുള്ള യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്നത്. 1760 നടന്നത്. എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നാണ് നടന്നത് കേട്ടോ. ഈ വാണ്ടിവാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുള്ളത് വണ്ടിയൊക്കെ പൊളിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കണക്ട് ചെയ്തത്. അങ്ങനെയാണ് തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്തത്. വാണ്ടിവാഷ് അല്ലേ. അപ്പോൾ വണ്ടിവാഷ് എന്നാക്കിയാൽ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് പൊളിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ തമിഴ്നാടായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ വാണ്ടിവാഷ് യുദ്ധം നടന്നിട്ടുള്ളത്. ഈ വണ്ടിക്കൊക്കെ ടയർ ഉണ്ടാവുമല്ലോ, ആ ടയർ 0 ആയിട്ട് എടുക്കാം. 1760 വണ്ടിവാഷ്, അല്ലെ, വണ്ടിക്ക് ടയർ ഉണ്ടാവും. ടയർ 0 പോലെയാണ്. അപ്പോൾ 1760 അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കുക. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നതാണ്. ഫ്രഞ്ചുകാരതിൽ പൊട്ടിപ്പോയി, ഇംഗ്ലീഷുകാരതിൽ ജയിച്ചു. വാണ്ടിവാഷ് എവിടെയാണ്? വണ്ടി ഒക്കെ പൊളിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ് വാണ്ടിവാഷ് യുദ്ധം നടന്നത്. 0 ടയർ 0 1760 നടന്നത്. ഓക്കെ. വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ് പാരീസ് സന്ധി. ഓക്കെ. വണ്ടിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പം എന്താ പാരയാവാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ പാരയാവും. അപ്പോൾ പാരീസ് ഉടമ്പടി വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ് പാരീസ് ഉടമ്പടി. അങ്ങനെ കണക്ട് ചെയ്യാം. പാരയാവും. വണ്ടിയൊക്കെ നമ്മൾ പുതിയ വണ്ടിയൊക്കെ വാങ്ങി ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും അല്ലേ. തേച്ച് കഴുകും, അവസാനം പെയിൻ്റൊക്കെ പോയി പാരയാവും അല്ലേ. വിപരീത ഫലമാവും പാരയാവും. അപ്പോൾ പാരീസ് ഉടമ്പടി വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ് പാരീസ് ഉടമ്പടി. 1763. അതിൻ്റെ കൊല്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെയും കൊല്ലം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചേക്കാം കേട്ടോ. അപ്പോൾ പാരീസ് ഉടമ്പടിയുടെ 1763 എങ്ങനെ കൊല്ലം ഓർമ്മിക്കാം? പാരീസ് 3 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ അത് 3ആയിട്ട് കണക്ട് ചെയ്യാം. പാരീസ് ഉടമ്പടി 1763. ഓക്കെ. ദെൻ വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈനാധിപനാണ് കൗണ്ട് ഡി ലാലി. ഒരുമാതിരി ലോറിനെ പോലെ കളിച്ചിട്ടാണ് പൊട്ടിയതെന്ന് ആലോചിച്ചാൽ മതി. അതായത്
ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ആണല്ലോ യുദ്ധം നടത്തിയത്. എവിടുന്ന്? തമിഴ്നാട്ടിൽ നിന്നാണ്. 1760 പാരീസ് ഉടമ്പടി ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ്. അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും പിന്നെ യുദ്ധം നടത്തി. എങ്ങനെയാണ് പൊട്ടിയത്? ഈ ഫ്രഞ്ചിൻ്റെ സൈന്യാധിപൻ ഒരുമാതിരി ലോലനെ പോലെ കളിച്ചുകൊണ്ടാണ് പൊട്ടിയത് എന്നുള്ളത്. അപ്പോൾ കൗണ്ടിലി ലാലി ഒരു ലോലനെ പോലെ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് പൊട്ടിയതെന്നുള്ളിക്കുക. ഓക്കെ, അങ്ങനെ കൗണ്ടിലി ലാലിയായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? പാണ്ഡുവാശു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോദിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം പാണ്ഡുവാശ് യുദ്ധം. വണ്ടി പൊളിക്കുന്നത് എവിടുന്ന്? തമിഴ്നാട്ടിൽ നിന്ന്. ടയർ 2 1760 നടന്നത്. പാണ്ഡുവാശ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധി പറയാമെന്ന് പറഞ്ഞല്ലോ, പാരീസ് ഉടമ്പടി 1763. അപ്പോൾ ഫ്രഞ്ച് സൈന്യാധിപൻ ആരായിരുന്നു? ലാലി, കൗണ്ടിലി ലാലി. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ലാസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പാരന്തീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരൻ ആണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. അപ്പോൾ അറിയുന്നവരായിരിക്കും, അറിയാത്തവർക്ക് ഒരു ചെറിയ കോഡ് പറയാം. പറങ്കി പോർക്ക് കറിയിലാണ് പറങ്കി ഇടുന്നത് എന്ന് ആലോചിച്ചാൽ മതി. പറങ്കികൾ അറിയപ്പെടുന്നത് പറങ്കി ഇടുന്നത് പോർക്ക് കറിയിലാണ്, പോർച്ചുഗീസുകാർ. ദെൻ പാരന്തീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ പാരയൊക്കെ വെക്കുന്നത് ഫ്രണ്ട്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. പാര ഫ്രഞ്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. മീൻസ് എങ്ങനെ ആലോചിക്കാം? ലന്ത കൊന്തയൊക്കെ ഇല്ലേ ക്രിസ്ത്യൻസ്, അവരുടെ മാല ഇല്ലേ കൊന്ത. അപ്പോൾ കൊന്ത നമുക്ക് ടച്ച് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ? അപ്പോൾ കൊന്ത നമ്മൾ ടച്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കൊന്ത ടച്ച് ആയിട്ട് കണക്ട് ചെയ്യുക. ലന്തക്കാർ, കൊന്ത, ഡച്ച്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. ഇതിൽ കൂടാത്ത ഒരു 2 കാര്യം കൂടി ഞാൻ പറയാം. ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരാണ്. ഷീമ അത് അറിയുന്നവരായിരിക്കും, അല്ലാത്തവർക്ക് ഈ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വടിയൊക്കെ എടുത്തിട്ട് അടിച്ചായിരിക്കും പഠിപ്പിക്കുക. അപ്പോൾ ഷീമക്കൊന്നേൻ്റെ വടിയൊക്കെ എടുത്തിട്ടാണ് അടിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഷീമക്കൊന്നേൻ്റെ വടിയൊക്കെ എടുത്തിട്ടാണ് അടിച്ച് പഠിപ്പിക്കുന്നതെന്ന് ആലോചിക്കുക. ഷീമക്കാർ ഇംഗ്ലീഷുകാർ. ദെൻ യവനക്കാർ ഗ്രീക്കുകാർ. യവനക്കാർ ഗ്രീക്കുകാർ. ഓക്കെ, ദെൻ വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. ഇതൊക്കെ അറിയുന്നതായിരിക്കും, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. അപ്പോൾ ഒന്നുകൂടി പറയാം. പറങ്കികൾ പോർച്ചുഗീസുകാർ, പാരന്തീസുകാർ പാര വെക്കുന്ന ഫ്രണ്ട്സാണ്. ലന്തക്കാർ ലന്ത കൊന്ത ടച്ച് ചെയ്യും ഡച്ചുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ, യവനക്കാർ ഗ്രീക്കുകാർ, ഷീമക്കാർ ഇംഗ്ലീഷുകാർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. കൃത്യമായി പഠിച്ചു പോവുക. കോഡുകളൊക്കെ ഉണ്ട്, അപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. മനസ്സിലാക്കുക, മാറിപ്പോരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പോൾ PSC ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ കൊടുക്കാനുള്ള ഓരോരോ കാര്യങ്ങളായിട്ടായിരിക്കും ചോദിക്കുക അല്ലേ? സെൻറ്റൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആക്കിയിട്ടല്ലേ ചോദിക്കുക. അപ്പോൾ അതിലൊന്നും വീണ് പോകരുത്. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. ഓക്കെ, അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അടുത്ത ക്ലാസ് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അവരെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.